ഇന്നലെ ഒരു പെൺകുട്ടി പാട്ട് പാടിയില്ലേ, ശ്യാമമേഘമേതി ഇതുപോലെ പ്രേമദൂതുമായി വാ. ആ കുട്ടിയുടെ നമ്പർ തരുമെനിക്ക്. മാഷെ എനിക്ക് വിളിച്ചിട്ട് അഭിനന്ദനം പറയണ. എനിക്ക് അങ്ങനെ പ്രതികരണത്തിൽ പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ പറയണം. അതെനിക്ക് പെൺകുട്ടി കല്യാണം കഴിക്കാനാ. ഇവിടെ തനിക്ക് പറ്റുമെങ്കിൽ പറ. ഞാൻ നിന്റെ തന്തയാണ്. തന്ത വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തക്കൊക്കെ വിളിക്കാൻ ഓർമ്മ വിളിച്ച ശേഷം പറയാം. ഒരു സെക്കൻഡല്ലേ ഇപ്പൊ ഒരാൾ വിളിച്ച് നിങ്ങളുടെ തന്തയ്ക്ക് പറഞ്ഞായിരുന്നോ? ഞാൻ തന്നെ തന്തയ്ക്ക് വിളിച്ചത്. ഞാൻ നിന്റെ തന്തയാണ്. തന്ത എന്റെ തന്ത. വടക്കൻ കളരിയിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ട്. എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. തമ്പിയും മയിൽവാഹനം. ഞാൻ തലയല്ലടാ, തലയെടുക്കുന്നവൻ. താങ്ക് യു. പെൺകുട്ടി പാട്ട് പാടിയില്ലേ രാധിക, എനിക്ക് ആ കുട്ടി നമ്പർ ഒന്ന് വേണം. ഒരു അഭിനന്ദനം പറയണം മാഷേ. ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോ ഒരാളെ തന്തക്കൊക്കെ വിളിച്ചപ്പോ. ഇതേ ഡയലോഗ് ദുൽഖർ സൽമാൻ പറഞ്ഞാലൊക്കെ ഉണ്ടാവും. ഇന്നലെ ഒരു പെൺകുട്ടി പാട്ട് പാടിയില്ലേ രാധിക, എനിക്ക് ആ കുട്ടി നമ്പർ തരുമോ? അവളെ കല്യാണം കഴിക്കുന്നല്ല മാഷേ, അവളെ പാർട്ടിസിപ്പേറ്റ് അത് പറയണേ. പറഞ്ഞേ എനിക്ക് പെൺകുട്ടിയുടെ നമ്പർ വേണം. ഞാൻ നിന്റെ തന്ത. ഒരു മര്യാദയൊക്കെ ഉണ്ട്. അപ്പുറം തന്തക്ക് വിളിക്കുമ്പോ ഇപ്പോഴത്തെ ദിവസം കാണുന്നത് മനസ്സിലാക്കണ്ടേ? പറഞ്ഞേ. പറയാം, പൂച്ചക്ക് പറയാം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കോ. പല ബാങ്കുകളിലായി എന്റെ പേരിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കണക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. കരുവണ്ടൂര്, പൂച്ചക്കാണ തുടങ്ങിയ സ്ഥലങ്ങളിലെ 3 കൊട്ടകൾ എന്റേതാണ്. ചക്കരിയുള്ളവും ബിസിനസ് ജൗളിക്കടയും മറ്റാരുടെയുമല്ല. എനിക്കൊരു പിറപ്പെട്ട ആളക്കാരന്റെ തൂക്ക് മോട്ടിക്കേണ്ട കാര്യമില്ല. വണ്ടിയുടെ അതുപോലെ തന്നെ എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയുകയാണ്. നമ്മുടെ സഹപ്രവർത്തകനാണ് റോബോട്ട്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലാണ് ഇവിടെ വരാൻ സാധിച്ചത്. റോബോട്ടിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം എല്ലാവരും കാണാറുണ്ടോ? ഇപ്പോൾ നമ്മൾ ഒരു ചിരി മെമ്പർ ചിരി മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക, ഇനിയും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത് ഒരുപാട് കുട്ടികൾ ഒരുപാട് കലാപരിപാടികളുടെ സമ്മാനദാനമാണ് നടത്തിയത് അല്ലേ? ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ബാസി എത്തിച്ചേരാൻ പറ്റിയൊരു സന്തോഷം. എനിക്ക് പറയാനുള്ള പേരാന്നാണ് നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA, അതുപോലെ നമ്മുടെ കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് സാർ ഒക്കെ ലഹരിയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ വൈക്കം എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനം തന്നെ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മുടെ അംഗങ്ങൾ തന്നെ പിരിവെടുത്ത് നിർധനരായ വൈക്കത്തെ പ്രദേശവാസികളായ രോഗികളെ സഹായിക്കുക എന്നുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ലഹരിക്കെതിരെ ഹോപ്പ് 2024 എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്, തിരികെ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ സാറായിരുന്നു. എൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമുണ്ട്. അപ്പോൾ ആ തിരികെ എന്ന ഷോർട്ട് ഫിലിം ലഹരിക്കെതിരെ പരിപാടി സമ്മാനം കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം വരുന്നവർക്കാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരുന്നതാണോ രണ്ടുപേര്? അത് നല്ല കൈയ്യടി കൊടുത്തേ. ഓക്കെ, അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. ആദ്യം ഒന്ന് പരിചയപ്പെടുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മോളുടെ പേര്, ക്ലാസ് ഒക്കെ ഒന്ന് പറയൂ. ആസിയ നസർ നയന്, ആസിയ CS നയന്, അനൻ ഫാത്തിമ നയന്, നിസ ഫർമി നയന്, 6 സ്വാലിഹ. ഒന്നും മനസ്സിലായില്ലേ? അതാണ് 6 ഓക്കെ. അപ്പൊ ഈ വന്നവർക്ക് നല്ലൊരു കയ്യടി ആദ്യമേ തന്നെ നിങ്ങളൊന്ന് കൊടുത്തു. ഇനി ഞങ്ങൾ ഒരു സമ്മാനം, ഒരു ജൂവലറി നൽകുന്ന സമ്മാനം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ്. ഈ സമ്മാനം തരുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ആദ്യം കൈ ഉയർത്തുന്നവർക്ക് 1ാം സമ്മാനം, രണ്ടാമത് ഉയർന്നവർക്ക് 2ാം സമ്മാനം, മൂന്നാമത് ഉയർക്ക് 3ാം സമ്മാനം. അങ്ങനെയാണ് സമ്മാനം. ഇച്ചിരി കയറിക്കോ, എല്ലാവരും ഒന്ന് കാണട്ടെ. ഇച്ചിരി കയറിക്കോ. അപ്പൊ ഓക്കെ, റെഡി 1 2 3 വരുമ്പോൾ കൈ ഉയർത്തുക കേട്ടോ. അവിടെ ഇപ്പോഴേ നോക്കി. റെഡി 1 2. അതാണ് കണക്കിന്റെ ടീച്ചറിനോട് ഒന്ന് ചോദിക്കണം. ഓക്കെ, റെഡി 1 2.
ഇവിടെ 3 ഇല്ലേ ഈ സ്കൂളിൽ? ഇവിടെ ആദ്യം 1-ന് പോയി, ഇപ്പൊ 2 ആയിട്ടുണ്ട്, അടുത്ത 3-ക്ക് പോയി. ഓക്കെ, ലാസ്റ്റ് ആൻസർ. റെഡി, 1 2. ആ കേട്ടോ, എന്താണ് ഇതിന്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് ശരിയാവില്ല, ഇങ്ങനെ ശരിയാവില്ല. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച്, സുരേഷ് ഗോപി അഭിനയിച്ച്, ശോഭന ചേച്ചി അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമുണ്ട്. ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നകുലിനും ഗംഗയുമായിട്ട് ഇവരുടെ വേദിയിൽ മാറുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് നകുലിനെ ഗംഗയെ ആരാണോ അവതരിപ്പിക്കുന്നത് അവർക്കായിരിക്കും മണി ജൂവലേഴ്സ് നൽകുന്ന 1ാം സമ്മാനം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിലൊരു നകുലിനുണ്ട്, ഒരു ഗംഗയുണ്ട്. എല്ലാ ജോഡിയിലും 2 ജോഡിയിലും നകുലിനും ഗംഗയുണ്ട്. ഓക്കെ, 3 ജോഡിയിലും. ഓക്കെ, റെഡി. ആദ്യമേ നമ്മൾ ഇതിന്റെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കും, അതിനുശേഷം നിങ്ങൾ ഇത് അഭിനയിക്കുക. നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ആനിവേഴ്സറിക്ക് മണി ജൂവലേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഓക്കെ, റെഡി, പ്ലേ ചെയ്തു. നല്ലൊരു ഗൈഡ് കൊടുത്ത ഇവർക്ക് എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കും. ഒരു 10 മിനിറ്റ്. ഓക്കെ, കേട്ടോ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? പ്ലാനിങ്ങാണ്. ഞാൻ നകുലിനാവൂലെന്നോ? ഇതെന്താണ് കസേരയായിട്ട്? ഇത് അവസാനം കട്ടിൽ വെക്കില്ല, അതിന് പകരം ഒരു കസേര പൊക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ശോഭന പൊക്കിയ കട്ടിലിന് പകരമുള്ള കസേര. ഇത് ക്ലൈമാക്സിൽ പൊക്കിയാൽ മതി. അപ്പൊ ആരാ നകുലിനാരാണ്? നകുലൻ. ഒന്നും മനസ്സിലായില്ലേ കഥ? വരൂ ഗംഗ, വരൂ ഗംഗ, വരൂ. ഡയലോഗ് ആക്ട് ചെയ്താണ്, ലിപ്പ് കൊടുത്താൽ മതി. ലിപ്പ് കൊടുക്കും. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇത് ഇട്ട് തരും, അന്നേരം നിങ്ങൾ അഭിനയിച്ചാൽ മതി. നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്യാറില്ലേ? സെയിം സംഭവം, അത്രേ ഉള്ളൂ. വാ, ഒരു കൈയ്യടി കൊടുത്തപ്പോൾ നമ്മുടെ കുട്ടികൾ പകച്ചു നിൽക്കുകയാണെന്നൊരു സംശയം. പകറ്റ ആവശ്യമൊന്നുമില്ല. ഇതാണ് നവല്, ഇത് ഗംഗ. ഓ, കോസ്റ്റ്യൂം ഇച്ചിരി മാറിപ്പോയി. റെഡി ആയിട്ടേക്കും. ഓക്കെ, കയറിയേക്കും. കട്ടിൽ വിട്ടേരട്ടോ. കട്ടിൽ വിട്ട് നിങ്ങൾ എവിടെ പോലും ഞാൻ വന്നോളാം. നിങ്ങൾ അഭിനയിച്ചോ. അപ്പൊ കിട്ടാൻ പോകുന്ന മണി ജൂവലേഴ്സിന്റെ സമ്മാനം. ഓക്കെ, പ്ലേ ചെയ്തോ. ഓക്കെ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு സൂപ്പർ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള. ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு അതുകൊള്ള. ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ.
இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஒரு ரத்தத்தை குடிச்சு ഞാൻ എന്തോരം പ്രിയങ്കരായ രണ്ട് ഹാസ്യ രാജാക്കന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രിയങ്കരായ ശ്രീ ഫാസിയും ശ്രീ പോൾസണും. തീർച്ചയായും എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ശരിക്കും ഒരു നല്ല ഗംഭീര കൈയ്യടി കൊടുത്തേ ഇരുവർക്കും. ഈ സ്കൂളിന്റെ നാമധേയത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലുമുള്ള ഹൃദയംഗമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നല്ല കൈയ്യടി കൊടുക്കൂ. താങ്ക് യു സാർ.